ഇന്ത്യൻ മഹാസമുദ്രം യുദ്ധഭൂമിയായി മാറുമോ? അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. യുദ്ധഭൂമി ആകില്ല, യുദ്ധസമുദ്രമാകും. സമുദ്രമാകും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം IRIS ദേന എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, ഇറാന്റെ യുദ്ധക്കപ്പലിനെ അമേരിക്ക മുക്കിയത് ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ചിട്ടാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സമുദ്രത്തിൻ്റെ പ്രത്യേകത അറിയാം. ഏറ്റവും അധികം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഈ യുദ്ധസമയത്ത് ഏറ്റവും വലിയ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു കടലാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകതയാണ്. ലോകത്തിനെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ഇതിന് നിൽക്കാൻ കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മേഖലകൾ ഇന്ത്യ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ത്യയോ അല്ല മറ്റേതെങ്കിലും രാജ്യമോ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ലോകത്തിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു സമുദ്രം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ഇടുങ്ങിയ പ്രദേശങ്ങളുണ്ട്, ഏറെ ചുറ്റി മാത്രമേ മറ്റ് ഭാഗത്തേക്ക് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ത്യ മഹാസമുദ്രം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യ, ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങൾ, അതുമാത്രവുമല്ല ആണവശേഷിയുള്ള നീണ്ട നിരയുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നെടുത്ത് നോക്കൂ, ഇറാൻ ആണവായുധമുണ്ട് എന്ന് പറയപ്പെടുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ആണവശേഷി കൈവരിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അതുമായിട്ടാണ് പ്രശ്നം നടക്കുന്നത്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആരാ? പാകിസ്ഥാൻ. അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ആരാ കിടക്കുന്നത്? ഇന്ത്യ. ഇന്ത്യയുടെ കയ്യിൽ ആണവായുധമുണ്ട്. തൊട്ടടുത്ത് ആരാണ്? ചൈന. ചൈനയുടെ കയ്യിൽ ആണവായുധമുണ്ട്. ചൈനയോട് ചേർന്ന് കിടക്കുന്ന റഷ്യയുടെ ആണവായുധമുണ്ട്. ഇപ്പുറത്തെ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തര കൊറിയയുടെ കയ്യിലും ദക്ഷിണ കൊറിയയുടെ കയ്യിലും ആണവായുധമുണ്ട്. അപ്പോൾ ആണവായുധങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലുള്ള എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധ സാഹചര്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്നത് ഒരിക്കലും ആശാസ്യകരമല്ല. കാരണം അവിടെ ഇപ്പോൾ ഹോർമൂസ് കടലിലേക്ക് ബ്ലോക്കായി എങ്കിൽ മറ്റ് ജലപാതകൾ സ്വീകരിച്ച് വരാൻ കഴിയും. വലിയ ചിലവും ചുറ്റലുമൊക്കെ ആയിരിക്കുമെങ്കിൽ കൂടി, പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം ബ്ലോക്കായി കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്കും ആർക്കും ഒന്നും പോകാൻ കഴിയാത്ത ഒരവസ്ഥ, ഭീഷണി ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ലോകത്തിനെ വമ്പൻ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കും. അത് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ജപ്പാനും ഓസ്ട്രേലിയയ്ക്കും മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരേ സമയത്ത് നോക്കി കാണുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രണ്ടാമത് IRIS എന്ന് പറയുന്ന ദേന എന്ന് പറയുന്ന കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോർപിഡോ വെച്ച് അമേരിക്ക തകർത്ത് കളഞ്ഞു. ഇപ്പോൾ രണ്ടാമതുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റൊരു കപ്പൽ പോർട്ട് കാൾ കൊടുത്തിരിക്കുകയാണ്, അർജൻറ്റ് പോർട്ട് കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുമതി വേണം. നമുക്കൊരു വിമാനം ഒരു റൺവേയിലേക്ക് ഇറങ്ങണം, ഒരു വിമാനത്താവളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് അനുമതി വേണം. അതുപോലെ അപ്പോൾ നമ്മൾ മെയ്ഡേ എന്ന വാക്ക് കേട്ടില്ലേ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ? അതിന് സമാനമായിട്ടുള്ള ഒരു എമർജൻസി കോളാണ് അർജൻറ്റ് പോർട്ട് കോൾ എന്ന് പറയുന്നത്. തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നാണ് ഇറാൻ്റെ മറ്റൊരു യുദ്ധക്കപ്പൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ യുദ്ധക്കപ്പലിന് ശ്രീലങ്കൻ പോർട്ടിൽ അർജൻറ്റ് പോർട്ട് കാൾ കൊടുത്തേക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീലങ്കൻ MP നമൽ രാജപക്സ ആണ് ഇതിനെ പറ്റിയിട്ട് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു അർജൻറ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നു ഇറാനിയൻ നേവൽ വെസലിൽ നിന്ന്. IRIS ദേന മുക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ അർജൻറ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരും ഭീഷണി നേരിടുന്നുണ്ട്. മറ്റത് ഒരു യുദ്ധക്കപ്പലിനെ തകർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഒരു യുദ്ധക്കപ്പലിന് തിരിച്ച് ഇറാനിലേക്ക് പോകാനോ ഇല്ലെങ്കിൽ ഹോർമൂസ് ഭാഗത്തേക്ക് പോകാനോ ഒക്കെ ഭയമാണ്. ഇല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരദേശം വിട്ട് പോകാൻ ഭയമാണ്. കാരണം ഇവർ ആക്രമിക്കുമെന്ന് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഇവർ അഭയം ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അഭയം ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ ശ്രീലങ്കൻ പോർട്ടിലേക്ക് അവർ വന്നു എന്നിരിക്കട്ടെ, അവിടെ വന്ന് ആക്രമിച്ചാലോ? ശ്രീലങ്കയ്ക്ക് അമേരിക്കയെ ചേർക്കാൻ കഴിയുമോ? ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധിയൊക്കെ വലിയ വായിൽ നിലവിളിക്കുകയാണ്. അത് ഇന്ത്യ ക്ഷണിച്ചിട്ട് വന്ന ഇന്ത്യയുടെ ഗസ്റ്റ് ആയിരുന്നു IRIS ദേന. ആ ഇറാനിയൻ നേവൽ ഷിപ്പ്, ആ ഷിപ്പിന് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതാണ്, അപ്പം നമുക്ക് നേരെയുള്ള ഒരു ഇതായിട്ട് കണക്കാക്കണം, നമ്മൾ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊവോക്ക് ചെയ്യുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പക്ഷേ അതല്ല, ശരിയാണ് ഈ പറയുന്ന കാര്യം വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുകയാണ്. ഈ യുദ്ധം ഇന്ന് സ്വിച്ചിട്ട പോലെ നിൽക്കും. ഒന്ന്, ഇന്ത്യക്ക് നേരെ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രകോപനം കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് ഒരു സേനാ നീക്കം നടത്തിയാൽ വലിയ പ്രശ്നമാകും. അമേരിക്കയ്ക്ക് അത് ഫേസ് ചെയ്യാനുള്ള ഒരു കെൽപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് അമേരിക്ക അവിടെ യുദ്ധം നീക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ചൈന തായ്വാന് നേരെയും ഒരു സൈനിക നീക്കം നടത്തിയാൽ
ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. കാരണം അമേരിക്കയ്ക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൂടി സഹിക്കാൻ കഴിവുണ്ടായിരിക്കില്ല, ഇല്ലെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഇതിനെ കൂടി നേരിടാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ യുദ്ധം നീണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ യുദ്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സർവനാശത്തിന് വരെ കാരണമായിരിക്കാം. കാരണം തങ്ങളുടെ കയ്യിലുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പാട്രിയോട്ട് അടക്കം, പാട്രിയോട്ട് ഈ പറയുന്ന ഏതൊക്കെയാണ്, അയൺ ഡോം, താഡ് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. പക്ഷേ അതിന് വലിയ ചിലവുമുണ്ട്. ചിലവ് മാത്രവുമല്ല, ഇതൊക്കെ തീർന്നു പോകാനും സാധ്യതയുണ്ട്. എത്ര മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയും? 2000-ഓ 3000-ഓ മിസൈലുകൾ ഒരേ സമയം ഇറാൻ തൊടുക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ICBM ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അവർക്ക് തടുക്കാൻ കഴിയില്ല അതിനെ. കാരണം സാധാരണ മിസൈലുകളുടെ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർദ്ധവൃത്താകൃതിയിൽ വരയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദീർഘമായ ഒരു ദീർഘവൃത്തത്തിൻ്റെ പകുതി എടുത്തതുപോലെയാണ് അതിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇരിക്കുന്ന വളരെ ദൂരത്തേക്ക് പറന്നു പോകുന്നതാണ്. അതിനെ തടുക്കാനും ചെറുക്കാനുമായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ കഴിയും. പക്ഷേ ICBMകൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് നേരെ ആകാശത്തേക്ക് പോയിട്ട്, ഏറ്റവും മുകളിലേക്ക് പോയിട്ട് തിരശ്ചീനമായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അത് അതീവമായ വേഗത്തിലാണ് വരുന്നത്. ഗ്രാവിറ്റി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അതിൻ്റെ വേഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും വേഗത്തിൽ വരുന്ന ഒരു ഒബ്ജക്റ്റിനെ തടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ICBMകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട്. അവയെടുത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം, ഇതിനൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ജർമ്മനിയിലാണ് എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിൽ ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിരിക്കുകയും ചെയ്യും. കാരണം നെതന്യാഹു ആക്രമിച്ചത് ഇറാൻ്റെ പരമോന്നത നേതാവിനെയാണ്. അപ്പോൾ ഇറാൻ തിരിച്ചാക്രമിക്കുന്ന ആരെയായിരിക്കും? ഇറാനിലെ MPയോ മന്ത്രിയോ അല്ലല്ലോ, പ്രധാനമന്ത്രിയെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള സാധ്യത ഉള്ളത് കൂടി കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ അതീവ ഗുരുതരം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രശ്നമുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോയാലുള്ള അവസ്ഥ എന്നുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്ക കടന്നു കയറി ഒരു ആക്രമണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല. ഇന്ത്യ കൃത്യമായിട്ട് അതിലേക്ക് പിന്നെ ഇന്ത്യക്ക് എൻഗേജ് ചെയ്യേണ്ടി വരും. ഇന്ത്യ എൻഗേജ് ചെയ്യിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഇന്ത്യ അമേരിക്കയ്ക്കെതിരായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് ഒട്ടും സുഖകരമാവില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ഇറങ്ങുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ ചൈന കൂടെ ഇറങ്ങും. ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് നിന്ന് ഒരു സൈനിക മുന്നേറ്റം നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു സൈനിക നീക്കം നടത്തിയാൽ പോലും അത് അമേരിക്കയ്ക്ക് അങ്കലാപ്പുണ്ടാക്കും. അമേരിക്കയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരും. അവരുടെ ഇപ്പോഴുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രതീതി പോലും നഷ്ടപ്പെടും. കാരണം അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്ക് എതിരാവും. അവരെന്താ പറയുക? പിന്നെ അവർ പറയുന്നത് നിങ്ങളുടെ ബേസുകൾ ഇവിടുന്ന് മാറ്റി, ഞങ്ങൾക്ക് ഇത് താല്പര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് പിന്മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത്രയേറെ ശത്രുക്കളെ ഒരുപക്ഷെ ഒരുമിച്ച് നേരിടാനോ ഇല്ലെങ്കിൽ അവരെ ശത്രുവാക്കാനോ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതൊരു സുഖകരമായ ആയിരിക്കില്ല കൊണ്ടെത്തിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമേരിക്ക പരമാവധി ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർഷിപ്പ് കൂടി തങ്ങൾക്ക് അർജൻറ്റ് പോർട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അർജൻറ്റ് പോർട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു. അത് ഇന്ത്യൻ ഓഷനിലേക്ക് വ്യാപിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഇന്ത്യയെ കൂടി ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുത്തുകയാണെങ്കിൽ അതൊട്ടും ശുഭകരമാവില്ല, നല്ലതായിരിക്കില്ല. നമുക്കൊട്ടും നല്ലതല്ല, നമുക്ക് തീരെ താല്പര്യമില്ല നമ്മുടെ രാജ്യ യുദ്ധത്തിലേക്ക് പോകുന്നത്. എന്തായാലും അത് അല്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ പ്രതിസന്ധികൾ, ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യുദ്ധത്തിൻ്റെ പ്രതിസന്ധി കൂടി വളരെ മാരകമാണ്. അത് ഈ മേഖലയെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പക്ഷേ അത് ബാധിക്കുകയാണെങ്കിൽ ഹോർമൂസ് പോലെ തന്നെ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്ന കടലിടുക്ക് കൂടിയുണ്ട്. ആ കടലിടുക്കിനെ കൂടി ഇത് ബാധിക്കപ്പെട്ടാൽ അത് ലോകത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ആയിരിക്കും. ആ പ്രതിസന്ധി അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു വലിയ ജനതയെ, ഭൂമിയുടെ ഒരു വലിയ ശതമാനം ജനതയെ അത് പ്രത്യക്ഷത്തിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് പടരാതിരിക്കുക എന്നുള്ളത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. പക്ഷെ എന്താവും പ്രശ്നം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഡീഗോ ഗാർഷ്യ പോലുള്ള മേഖലകളിലേക്ക് ഇപ്പോൾ ശ്രീലങ്കയിൽ കിടക്കുന്ന ശ്രീലങ്കൻ തീരത്തുള്ള ഇറാനിയൻ കപ്പൽ ആക്രമണം വല്ലതും നടത്തുകയാണെങ്കിൽ
അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അത് അഭയം ചോദിച്ചിരിക്കുന്നത് യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ അതൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടാനോ എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.